അങ്ങനെ എല്ലാ കാലത്തും ഇന്ന് കാണിച്ചതുപോലെ മുഖം തിരിച്ചൊന്നും പോകാൻ സതീശന് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ വിമർശനങ്ങളെ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നേടിയെടുക്കുക എന്നത് സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. കാരണം എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഈഗോയുണ്ട്. അപ്പം ആ ഈഗോയെ ഹട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ അതിൻ്റെ ഒരു കൊടിമരമായി മാറും. പക്ഷേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഈഗോകൾ ഉണ്ടെങ്കിലും അത് പുറമേക്ക് കാണിക്കാതിരിക്കുക എന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ പൊതുപ്രവർത്തകൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ വി.ഡി. സതീശന് കഴിയാതെ പോയി. അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ട കാഴ്ചയാണ് ഇന്ന് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ ആ പരിപാടിയുടെ മുൻനിരയിൽ വന്നിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു കോറിഡോറിൽ നിൽക്കുന്നുണ്ട് മറ്റുള്ളവർക്കൊപ്പം. അപ്പോൾ ആരോ ഒരാൾ പൂച്ചെണ്ടൊക്കെയായി വരുന്നുണ്ട്. എനിക്ക് അവരെ അറിയില്ല. അവരുടെ പൂച്ചെണ്ടൊക്കെ സ്വീകരിച്ചിട്ട് അലോഷ്യസ് സേവ്യർ അവിടെ നിൽപ്പുണ്ടെന്ന് അറിയാം. ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങോട്ടൊരു മുഖം കൊടുക്കാതെയുള്ള പോക്കുണ്ടല്ലോ, കടക്കു പുറത്ത് എന്ന് പറഞ്ഞതിൻ്റെ പുതിയ വേർഷനാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സതീശൻ്റെ ഈ സതീശനിസം ഉണ്ടല്ലോ, അത് ബോറായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആണ് വസ്തുത. ആരോടാണ് ഇന്ന് മുഖം തിരിച്ചത്? അത് ആരോടാണെങ്കിൽ പോലും കാണിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നും കഴിഞ്ഞ 10 വർഷം എവിടെയെങ്കിലും തല്ലു വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ കുറവായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ് എന്ന രീതിയിൽ നടത്തിയ സമരങ്ങളിൽ പോലും തല്ലു വാങ്ങിയിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ KSUക്കാരുമൊക്കെയാണ്. അവരോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇനി വേറൊന്നുകൂടി ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം KSUവിൻ്റെ തന്നെ വിഷയത്തിൽ അലോഷ്യസ് സേവ്യറിനെ സന്ദർശനാനുമതി നൽകാതെ സതീശന് ഇരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ അടക്കമുള്ള ചിലർ കൂടി വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇതേപോലെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു ചിലർ അദ്ദേഹത്തിനെതിരെ സതീശനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ആ യുദ്ധം ആരംഭിച്ചിട്ട് വന്നിരിക്കുന്ന ഇനി ഇവരെയൊന്നും ചാനൽ ചർച്ചയ്ക്ക് വിടുകയേ ചെയ്യരുത്, കാരണം സ്വന്തം സർക്കാരിനെതിരെ പ്രവർത്തിച്ചതാണ് എന്ന തിയറി ഉണ്ടാക്കുകയാണ്. ഇനി ഈ തിയറിയുമായി KPCCയിലേക്ക് പരാതി പ്രവാഹം. ഇത് ഈ ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസിൽ ഏറ്റവും ശക്തമായിരുന്ന കാലത്ത് ചെയ്യുന്ന പരിപാടിയാണ്. KPCCക്കും AICCക്കും പരാതി അയക്കുക, പരാതി പ്രവാഹം ഉണ്ടാക്കുക എന്ന പരിപാടി. ഈ ഗ്രൂപ്പിസം സതീശൻ മനസ്സിലാക്കേണ്ടത് പല തരത്തിൽ തലബുക്കും. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടുകൂടി വിമർശനങ്ങളെ കണ്ടില്ലെങ്കിൽ തലയ്ക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സതീശൻ മുഖ്യമന്ത്രിയായത് കേരളത്തിലെ ജനകീയമായ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. MLA-മാരുടെ എണ്ണം എടുത്തിരുന്നെങ്കിൽ, അന്ന് ഹൈക്കമാൻഡ് MLA-മാരുടെ എണ്ണം മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നെങ്കിൽ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നില്ല. KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. ആ പേര് നേരത്തെ നിഷാദ് പറയാതെ വെച്ച് ഞാൻ പറയുകയാണ്. KC വേണുഗോപാലായിരുന്നു MLA-മാരുടെ എണ്ണം എടുത്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങോട്ട് സതീശൻ വന്നത് എന്തുകൊണ്ടാണ്? 5 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു ജനകീയ പിന്തുണ സതീശൻ ഉണ്ടായിരുന്നു. ആ ജനകീയ പിന്തുണയെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നശിപ്പിച്ച് കളയരുത്. പിന്നെ ഇപ്പോൾ കോൺഗ്രസിൽ ഇന്ന് കേട്ട രസകരമായ ചില ഡയലോഗുകളുണ്ട്. പിന്നെ പാർട്ടിക്കുള്ളിലാണ് വിമർശനം പറയേണ്ടത്. ഇങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ എല്ലാ വിമർശനവും പാർട്ടി വേദികളിലാണ് ഉന്നയിച്ചിരുന്നത്? ഈ വി.ഡി. സതീശൻ ഉന്നയിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ലേ? പിന്നെ ഹരിത MLA-മാർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പാർട്ടി നയങ്ങളെ വിമർശിക്കുന്ന പരിസ്ഥിതിയുടെ കാവലാളുകളായി മാറാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ? ഇങ്ങനെ പല പരിപാടികളും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് പല ഉഡായിപ്പ് വേർഷനുകളായി പല തരത്തിൽ നേതൃത്വത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്ക് എത്താൻ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഇതൊന്നും പുതുമയുള്ള കളിയല്ല. പക്ഷേ ഒരാളുടെ ഇന്ന് അലോഷ്യസ് സേവ്യർ എന്ന മനുഷ്യന്റെ ആത്മാഭിമാനത്തെ പുച്ഛിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത്. അതൊരു കാരണവശാലും പാടില്ലാത്തതായിരുന്നു. പിന്നെ വിമർശിക്കുന്നവരെ എല്ലാവരെയും ഇരുമ്പ് ഉലക്ക കൊണ്ട് അടിക്കുന്ന പരിപാടിക്ക് ചില കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നുണ്ട്. അതായത് ഇനി അവരൊന്നും നമ്മുടെ വക്താക്കളായി പോകാൻ പാടില്ല, ചാനൽ ചർച്ചകളിൽ കണ്ടുകൂടാൻ പാടില്ല. അതൊരു നല്ല ഏർപ്പാടാണോ എന്ന് കോൺഗ്രസ്സുകാർ ആവർത്തിച്ച് ചിന്തിക്കണം. കാരണം ഉള്ളിൽ നിന്ന് വരുന്ന തിരുത്തലുകൾ
അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റവും ചലനാത്മകമാക്കുന്നത്. ഈ സർക്കാരിനെ ഉള്ളിൽ നിന്ന് തിരുത്താൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ സർക്കാർ നേർരേഖയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു തിരുത്തൽ പ്രക്രിയകൾ ഉണ്ടാവേണ്ടത്. പക്ഷേ നമുക്കറിയാം KPCC പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്നു. പിന്നെ ഉണ്ടാവേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയാണ്. പിന്നെ തിരുത്താൻ ഒരു സംവിധാനം ഉണ്ടാവേണ്ടത് രാഷ്ട്രീയകാര്യ സമിതി എന്നാണ്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ഈ സർക്കാർ അധികാരത്തിനേറ്റതിന് ശേഷം നിശ്ചലമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിമർശനം ഉന്നയിച്ചാൽ അതൊരു തിരുത്തലാണ്. നമുക്കിവിടെ പിഴച്ചുപോയി, തിരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകാനുള്ള ഊർജമാക്കുകയാണ് യഥാർത്ഥത്തിൽ VD സതീശൻ അതിനെ ചെയ്യേണ്ടത്. അങ്ങനെ വിമർശിക്കുന്നവരെ ഉൾക്കൊള്ളുകയും അവരെ വിളിച്ചിരുത്തി സംസാരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമാണ് ഇനിയെങ്കിലും ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ ഒരു മറു ഭാഗമായി ഇനി കണക്കാക്കേണ്ടി വരും VD സതീശനെ കൂടി ഭാവിയിൽ എന്നുള്ളതാണ്. കാരണം ഈ ഏകാധിപത്യ സ്വഭാവത്തെ കേരളീയ ജനത അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഉൽപ്പന്നം കൂടിയാണ് ഈ VD സതീശൻ സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അംഗീകരിക്കാതിരിക്കുക. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാക്കി അവതരിപ്പിച്ചതാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നൽകിയ ശിക്ഷ എന്താണ് എന്ന് നമുക്കറിയാം. പ്രതിപക്ഷത്ത് കൊണ്ടേ ഇരുത്തുകയാണ് ചെയ്തത്. എത്ര സീറ്റുണ്ട് എന്നതുകൂടി പ്രതിപക്ഷത്ത് കൂടി ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ ഏതൊക്കെ വിമർശനങ്ങളുണ്ട് ഉയർന്നോ ആ വിമർശനങ്ങളെയെല്ലാം ന്യായീകരിക്കുകയും തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്താണ് പിണറായി വിജയന്റെ പരാജയമെങ്കിൽ VD സതീശൻ അത് ഓർക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി വിളിച്ചിരുത്തി സംസാരിക്കുകയും അയാളുടെ പരിഭവവും പരാതികളും കേൾക്കണം. അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പരിഭവം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നണിക്കുള്ളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്നതിനെ എല്ലാം ഉൾക്കൊള്ളണം. പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തായതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ കളിയാണെങ്കിൽ കേരളം അത് ചെവിക്കൊള്ളില്ല. പഴയ കാലമല്ല, പുതിയ തലമുറ മുമ്പ് പറഞ്ഞതും ഓർത്തിരിക്കും, ഇപ്പോൾ പറയുന്നതും ഓർത്തിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ വിധി എഴുതുക. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് ആലോചിക്കുന്നത് ഇപ്പോഴേ നല്ലതാണ്.